വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു കൺസേൺ ആണ്, ഇപ്പോൾ ഭാരതിയാറിൻ്റെ അഡ്മിഷൻസ് കാര്യമായിട്ട് നടക്കുന്നില്ല, പിന്നെ ഔട്ട്സൈഡ് കേരള അഡ്മിഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭാരതിദാസൻ, അളഗപ്പ അങ്ങനത്തെ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിൽ എക്സാംസ് എഴുതാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുൻപും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് നമുക്കിവിടെ നാട്ടിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. നാട്ടിൽ എക്സാം സെൻറ്ററുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ നാട്ടിലും അവിടെയും തേവരയിലും തൃശ്ശൂരൊക്കെ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഇത്തവണ ഒരു ഒരു ഓഫർ പോലെ ചെയ്യുന്നതാണ്. നമ്മൾ ജസ്റ്റ് 500 രൂപ സർവീസ് ചാർജ് വാങ്ങിയിട്ടാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സർവീസ് ചാർജ് കൂടുതൽ വാങ്ങിയിട്ട് തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്തിരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിപ്പോൾ വെരിഫിക്കേഷൻ ചാർജ് വേറെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെരിഫിക്കേഷന് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത്തവണ ജസ്റ്റ് 500 റുപ്പീസ് സർവീസ് ചാർജ് മാത്രം ഈടാക്കിക്കൊണ്ട് കുട്ടികൾക്ക് അഡ്മിഷൻ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ അതിൻ്റെ വെരിഫിക്കേഷന് അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ബാക്കി എല്ലാ ഫീ പേയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചെയ്തു തരുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഫുൾ പ്രൊസീജിയേഴ്സ് നമ്മൾ തീർത്ത് തരും. പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലിങ്ക് അയച്ചു തരും. കറക്റ്റ് നിങ്ങൾ ആ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലിങ്കിൽ കയറിയിട്ട് പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ്സ് ഷെയർ ചെയ്ത് തരണം. പിന്നെ വെരിഫിക്കേഷന് കൊണ്ടുപോകുമ്പോഴത്തെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ പറഞ്ഞു തരും. വെരിഫിക്കേഷൻ നിങ്ങൾ അടുത്തുള്ള വെരിഫിക്കേഷൻ സെൻറ്റർ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു തരും. ആ വെരിഫിക്കേഷൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻസ് നടത്തി വരണം. ഇതാണ് പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് നല്ലധികം കോഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴ്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. UG പ്രോഗ്രാം BCom ഉണ്ട്, BBA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA സോഷ്യോളജി, BA ഇംഗ്ലീഷ്, BA പൊളിറ്റിക്കൽ സയൻസ്, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇതാണ് UG കോഴ്സുകൾ വരുന്നത്. PG വരുന്നത് MCom ഇൻ ഫിനാൻസ്, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി, MA ഹിന്ദി. MBA വരുന്നത് MBA മാർക്കറ്റിംഗ്, MBA ഫിനാൻസ്, MBA ഇൻ്റർനാഷണൽ ബിസിനസ്, MBA HR ജനറൽ, ടൂറിസം, ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് MBBS ഗ്രാജുവേറ്റ്സിനോ അല്ലെങ്കിൽ ഡെൻ്റൽ, ഫിസിയോതെറാപ്പി, ബയോ എഞ്ചിനീയറിംഗ്, ബയോ സയൻസ്, ഹോമിയോപ്പതി, സിദ്ധ, ആയുർവേദ, യുനാനി എന്നിങ്ങനെയൊക്കെ പഠിച്ചവർക്ക് ആ ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് MBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പോണ്ടിച്ചേരിയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ യുജിയും PG ഒക്കെ നോൺ സെമസ്റ്റർ ആണ് കേട്ടോ. ഇയർ വൈസ് ആണ് എക്സാം വരുന്നത്. നമ്മുടെ MBA സെമസ്റ്റർ വൈസ് ആണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെയൊക്കെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സുകളുടെയൊക്കെ ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. താങ്ക് യു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷന് പോകാൻ പറ്റില്ല, അതായത് നമ്മൾ തന്നെ എല്ലാം ചെയ്തു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള സർവീസ് ചാർജ് ഈടാക്കും. വെരിഫിക്കേഷൻ്റെ ചാർജ്, പിന്നെ നമ്മൾ ട്രാവൽ എക്സ്പെൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. സർവീസ് ചാർജ് നോർമൽ ഫീസ് സ്ട്രക്ചർ വേറെയാണ്. നമ്മൾ ഫുൾ സർവീസ് ചെയ്തു കൊടുക്കുന്ന 2 കാറ്റഗറി ആണെങ്കിൽ നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർ മാത്രം ചെയ്തു കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫുൾ പ്രൊസീജിയർ ചെയ്തു കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, ഇപ്പോൾ വെരിഫിക്കേഷന് കൊണ്ടുപോകാം, ഓക്കെ ആണെന്നൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയർ നേരത്തെ പറഞ്ഞ പോലെ 500 സർവീസ് ചാർജ് മാത്രം അടച്ചിട്ട് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഫുൾ നമ്മൾ തന്നെ പ്രൊസീജിയർ ചെയ്ത് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സർവീസ് ചാർജ് തരേണ്ടതായിട്ട് വരുന്നുണ്ട്. വെരിഫിക്കേഷൻ ചാർജ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, എന്നാലും വലിയ എമൗണ്ട് ഒന്നല്ല കേട്ടോ പറയുന്നത്, മിതമായിട്ടുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.